നന്ദമഹാരാജിന്റെ വീട്ടിലാണ്. ഇവിടെ ഉണ്ണിക്കണ്ണൻ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന സ്ഥലം. ഓക്കെ, യശോദ അമ്മയുടെയും നന്ദമഹാരാജിന്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. കൃഷ്ണനെ കൊണ്ടുപോകുന്നത്. ഈ രണ്ട് സ്ഥലത്തും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂജാരിമാർ ദർശനം ക്ലോസ് ചെയ്തില്ല. ഇത് നമ്മളെവിടെ ഒക്കെ ഭഗവാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെവിടെ പിടിച്ചിരുത്തി കുറേ കാശുണ്ടാക്കുന്നത്. കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നല്ല, നമുക്ക് സന്തോഷമുള്ളൂ ഭഗവാന്റെ കാര്യത്തിൽ നമുക്ക് കൊടുക്കാനുള്ള ജോലിയാണ്. പക്ഷെ എന്നാലും ദർശനം കിട്ടാത്തതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യം. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ട ആ സ്ഥലം ഇവിടെയാണ് ഭഗവാന്റെ വീടുണ്ടായിരുന്നു. നന്ദമഹാരാജാവിൻ്റെ യശോദ അമ്മയുടെ വീട്. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അവിടെ ഭഗവാൻ കൃഷ്ണനും ബലരാമസ്വാമിയും ഉണ്ട്. രണ്ടുപേരും ഓടക്കുള്ളിൽ പിടിച്ചിരിക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നന്ദമഹാരാജാവുണ്ട്, ഒരു സൈഡിൽ യശോദ. കേട്ടോ, അത് ദർശനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ഗോകുലത്തിലും നന്ദകാവിലും ഇതാ പ്രശ്നം. അവരിങ്ങനെ അടച്ചു വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ മാക്സിമം പറഞ്ഞ സമയം എല്ലാം ഇന്നത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതുകൊണ്ട് വിഷമിക്കേണ്ട. നമ്മളെല്ലാവരും നമസ്കരിച്ച് ഇവിടെ വന്നു അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ കണ്ടതിന് തുല്യമാണ്. ഇതാണ് നന്ദമഹാരാജാവിൻ്റെ. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലം.